അടുത്തിടെ കേരളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റേത്. സിനിമാ മേഖലയിൽ നിന്നും ഒട്ടുമിക്ക താരങ്ങളും എത്തിച്ചേർന്ന വിവാഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരും നിറഞ്ഞു നിന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വിവാഹം ഏറ്റവും വലിയ താരവിവാഹങ്ങളിൽ ഒന്നായിരുന്നു. വിവാഹത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി വധൂവരന്മാരെ ആശീർവദിച്ചിരുന്നു. ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഭാഗ്യയുടെ വിവാഹം. പിന്നീട് റിസപ്ഷൻ കൊച്ചിയിലും തിരുവനന്തപുരത്തും നടത്തി. തന്റെ സിനിമാ രാഷ്ട്രീയ രംഗത്തെ സുഹൃത്തുക്കൾക്കും മറ്റും പങ്കെടുക്കാനുള്ള സൗകര്യത്തിനായാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി 2 റിസപ്ഷനുകൾ സുരേഷ് ഗോപി സംഘടിപ്പിച്ചത്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയായതിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മറ്റുമായി തിരക്കിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി. അതേസമയം ഇപ്പോഴിതാ സുരേഷ് ഗോപിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണ് വൈറലാകുന്നത്. സംവിധായകനും തിരക്കഥാകൃത്തുമായ വിനോദ് ഗുരുവായൂരിന്റേതാണ് കുറിപ്പ്. ശിഖാമണി, ഹീറോ തുടങ്ങിയ സിനിമകൾ എഴുതിയ വിനോദ് ഗുരുവായൂരാണ്. സുരേഷ് ഗോപിയുമായി ഒരു കുടുംബത്തോടുള്ളത് പോലുള്ള സൗഹൃദം വിനോദിനുണ്ട്. സുരേഷ് ഗോപി എന്ന മനുഷ്യനെ കുറിച്ചുള്ളതാണ് വിനോദ് ഗുരുവായൂരിന്റെ കുറിപ്പ്. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴുള്ള അനുഭവവും കുറിപ്പിൽ വിനോദ് വിവരിച്ചിട്ടുണ്ട്. വിനോദിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. മകളുടെ വിവാഹ ദിവസം വരഞ്ഞ് കൈ പിടിച്ചു കൊടുത്തതിന് ശേഷം പതുക്കെ സ്റ്റേജിൽ നിന്നും സുരേഷ് ചേട്ടൻ ഇറങ്ങി അടുത്തുണ്ടായിരുന്ന എന്നെയും സാജൻ ചേട്ടനെയും വിളിച്ചു. നേരെ നടന്നു ചേട്ടൻ, പുറകിൽ ഞങ്ങളും. അവസാനം ഒരു മുറിയിൽ ഞങ്ങളോടൊപ്പം കുറച്ചു സമയം ഇരുന്നു. മകളുടെ ചെറുപ്പം മുതലുള്ള കഥകൾ പറയുന്നു. അപ്പോഴെല്ലാം കണ്ണുകൾ നിറയാതിരിക്കാൻ സുരേഷ് ചേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വലിയ കടമ നിറവേറ്റി ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ആ അച്ഛനെ ഞാൻ അവിടെ കണ്ടു. ആ സമയം എനിക്ക് തോന്നിയ സന്തോഷം എന്താണെന്നറിയാമോ? ഒരു അനിയനെ എന്നിൽ കണ്ടു എന്ന സന്തോഷം. 25 വർഷങ്ങൾ ഇതുപോലെ കൊണ്ടു നടന്നിട്ടുണ്ട് അദ്ദേഹം. 25 വർഷം മുമ്പ് വെട്ടച്ചിറ എന്ന സ്ഥലത്ത് പുറംപോക്കിൽ ഒരു ഓലഷെട്ടിൽ താമസിച്ച് 10ാം ക്ലാസ്സിൽ 1ാം ക്ലാസ് വാങ്ങിയ കൊച്ചുമിടുക്കന്റെ വീട് വെച്ച് നൽകാൻ അദ്ദേഹം വിട്ടത് എന്നെയായിരുന്നു. പിന്നെ ഒരുപാട് പേരുടെ സന്തോഷങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്റെ ചേട്ടന്റെ വിജയാശംസകൾ എന്നായിരുന്നു വിനോദ് ഗുരുവായൂരിന്റെ കുറിപ്പ്. കുറിപ്പ് വൈറലായതോടെ നടന് വിജയാശംസകളുമായി നിരവധി പേർ എത്തി. ഒരുപാട് പേര് സിനിമയിലും അല്ലാതെയും പല രീതിയിലും സഹായിച്ച സുരേഷ് ചേട്ടന് വിജയാശംസകൾ നേരാൻ സിനിമയിൽ നിന്നും ഒരാളെങ്കിലും മുൻപോട്ട് കടന്നു വന്നതിന് വളരെ നന്ദി. നിങ്ങളുടെ ഏട്ടൻ എന്ന് പറയുമ്പോൾ വലിയ അഭിമാനവും ചെറുതല്ലാത്ത അഹങ്കാരവും ഉണ്ടെന്ന് തോന്നുന്നു. എന്നാൽ നിങ്ങളുടെ മാത്രം ഏട്ടനല്ല, ഞങ്ങളുടെയും കൂടിയാണ്. സിനിമാ ലോകത്ത് നിന്ന് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നന്ദി ചേട്ട, ഓർത്തതിന് എന്നിങ്ങനെ നീളുന്നു വിനോദിന്റെ കുറിപ്പിന് വന്ന കമന്റുകൾ. അതേസമയം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആശുപത്രിയിൽ പ്രതിയുടെ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനദാസിന്റെ പിതാവ് മോഹൻദാസ് എത്തിയിരുന്നു. വന്ദനദാസ് മരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം സുരേഷ് ഗോപി വന്ദനയുടെ വീട്ടിൽ പോയി മാതാപിതാക്കളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും നിയമസഹായങ്ങൾക്ക് മുൻകൈ എടുക്കുകയും ചെയ്തതാണ്. ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിലെ മുഖ്യ അതിഥികളിൽ ഒരാളും വന്ദനയുടെ പിതാവായിരുന്നു. സുരേഷ് ഗോപിയുടെ മകൾ വിവാഹിതയാകുമ്പോൾ ആഭരണത്തിൽ മുങ്ങിയാകും എത്തുകയെന്നാണ് പലരും കരുതിയത്. പക്ഷേ വളരെ സിമ്പിളായി ഒരു ചോക്കർ മാലയും 2 വളയും ഒരു ജോഡി ജിമിക്കി കമ്മലും മാത്രമാണ് ഭാഗ്യ ധരിച്ചത്. എന്നാൽ ഇതിലും വിവാദങ്ങൾ തലപൊക്കിയിരുന്നു. ഒടുക്കം താൻ മകൾക്ക് നൽകിയ ആഭരണങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി തന്നെ എത്തിയിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.